Welcome back, my dear little students. How are you? Today we are discussing the poem Why from Unit 4. Unit 4 Why എന്നുള്ള പോയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay. Read and enjoy the poem. Why? I know a curious little boy who is always asking why. Why this, why that, why then, why now? Why not, why by the by? He wants to know why wood should swim, why lead and marble sink, why sun should shine and wind should blow, and why we eat and drink. He wants to know what makes the clouds and why they cross the sky, why sinks the sun behind the hills, and why the flowers die. Some of these whys are not too hard to answer if you will try. Others, no one ever yet has found the reason why. ഈ ചാപ്റ്ററിൽ നിങ്ങളെപ്പോലെയുള്ള ഒരു ചൈൽഡിനെയാണ്, ഒരു ബോയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങളെല്ലാവരും വെരി ക്യൂരിയസ് ആണ്. എന്താ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായി ആ ക്യൂരിയസ് എന്നുള്ള ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായി അല്ലേ? അങ്ങനെയുള്ള അറിയാനുള്ള ആഗ്രഹത്തെയാണ് ഈഗർ ടു നോ. ഓക്കെ, ഒരു കാര്യത്തെ അറിയാനുള്ള അതിയായ ആഗ്രഹത്തെയാണ് ക്യൂരിയസ് എന്ന് പറയുന്നത്. ഓക്കെ, മലയാളത്തിലെ ജിജ്ഞാസ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ നോ എ ക്യൂരിയസ് ലിറ്റിൽ ബോയ്. എനിക്ക് ഒരു ക്യൂരിയസ് ലിറ്റിൽ ബോയെ അറിയാം. ഹു ഈസ് ഓൾവേസ് ആസ്കിങ് വൈ. എന്താണ് അവൻ ചെയ്യുന്നത്? ഹു ഈസ് ഓൾവേസ് ആസ്കിങ് വൈ. ഇവിടെ ഹു ഈസ് ഓൾവേസ് ആസ്കിങ് എന്ന് ചോദിച്ചാൽ ആരാണ് എപ്പോഴും ചോദിക്കുന്നത് എന്നല്ല. ഓക്കെ, അവൻ എന്നാണ്. ഹു ഇവിടെ എന്താണ്? അവൻ, ഹി എന്നുള്ള മീനിങ് ആണ്. ഈ ബോയെ കുറിച്ചാണ് പറയുന്നത്. ഹു ഈസ് ഓൾവേസ് ആസ്കിങ് വൈ. അവന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എന്താണ് അവൻ ചോദിക്കുന്നത്? വൈ. എന്താ ചോദിക്കുന്നത്? വൈ. എന്താ വൈ എന്നുള്ളതിൻ്റെ മീനിങ്? എന്തുകൊണ്ട്. എപ്പോഴും എന്തുകൊണ്ട് അല്ലെങ്കിൽ വൈ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഐ നോ എ ക്യൂരിയസ് ലിറ്റിൽ ബോയ് ഹു ഈസ് ഓൾവേസ് ആസ്കിങ് വൈ. എനിക്കൊരു ക്യൂരിയസ് ലിറ്റിൽ ബോയെ അറിയാം. അവൻ എല്ലായ്പ്പോഴും വൈ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. വൈ ദീസ്, വൈ ദാറ്റ്, വൈ ദെൻ, വൈ നൗ, വൈ നോട്ട്, വൈ ബൈ ദ ബൈ. ഓക്കെ, എന്തൊക്കെയാണ് അവൻ ചോദിക്കുന്നത്? വൈ ദീസ്, വൈ ദാറ്റ്, വൈ ദെൻ, വൈ നൗ, വൈ നോട്ട്, വൈ ബൈ ദ ബൈ. എന്തുകൊണ്ടാണ്, ഇത് എന്തുകൊണ്ടാണ്, അത് എന്തുകൊണ്ടാണ്, മറ്റേത് എന്തുകൊണ്ടാണ്, നേരത്തെ ഉള്ളത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ എന്തുകൊണ്ടാണ്, അങ്ങനെ ഓരോ കാര്യവും എന്തുകൊണ്ടല്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, എന്ത് കാര്യം കണ്ടാലും അവന് സംശയമാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബോയിയെ എനിക്കറിയാം. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കണ്ടാൽ അതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ ആകാശത്തൂടെ പറക്കുന്നത് കണ്ടാൽ ഇതെന്താ ഇങ്ങനെ ആകാശത്തൂടെ പറക്കുന്നത്, താഴെ വീണ് പോവാത്തത് എന്തുകൊണ്ടാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നാറില്ലേ? അതുപോലെ ഈ മഴ പെയ്യുന്നത്, മഴ പെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ സണ്ണ് എന്തുകൊണ്ടാണ് ഈസ്റ്റിൽ റൈസ് ചെയ്യുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് കിഴക്കുദിക്കുന്നത്? ഇങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാകും. അതുപോലെയുള്ള ഒരു ബോയെയാണ് ഇവിടെ നിങ്ങൾ പരിചയപ്പെട്ടത്. ഐ നോ എ ക്യൂരിയസ് ലിറ്റിൽ ബോയ് ഹു ഈസ് ഓൾവേസ് ആസ്കിങ് വൈ. വൈ ദീസ്, വൈ ദാറ്റ്, വൈ ദെൻ, വൈ നൗ, വൈ നോട്ട്, വൈ ബൈ ദ ബൈ. He wants to know why wood should swim, why lead and marble sink, why sun should shine and wind should blow, and why we eat and drink. He wants to know. അവൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്യൂരിയസ് ബോയ് ആണ്. അപ്പോൾ അവൻ അറിയാൻ ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് അറിയണം? വൈ വുഡ് ഷുഡ് സ്വിം. എന്തുകൊണ്ടാണ് വുഡ് സ്വിം ചെയ്യുന്നത്? അതായത് നമ്മൾ വെള്ളത്തിലൊക്കെ വുഡ് ഇട്ട് കഴിഞ്ഞാൽ, വുഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, മരത്തടി ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ താഴ്ന്നു പോകില്ല, അതിങ്ങനെ പൊങ്ങി കിടക്കും അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ്? വൈ വുഡ് ഷുഡ് സ്വിം. എന്തുകൊണ്ടാണ് അതങ്ങനെ നീന്തി കളിക്കുന്നത്? അതെന്തുകൊണ്ടാണ് താഴ്ന്നു പോകാത്തത്? എന്നാൽ നേരെ മറിച്ച് വൈ ലെഡ് ആൻഡ് മാർബിൾ സിങ്ക്. എന്നാൽ ആ വലിയ വുഡിനേക്കാളും ചെറിയ ലെഡും മാർബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും അല്ലേ? മാർബിൾ പീസ്, ചെറിയ സ്റ്റോൺ, കല്ലുകൾ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് പോകും. എന്നാൽ വലിയ മരത്തടി ഇട്ടാൽ തന്നെ ചിലപ്പോൾ അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ലെഡും മാർബിളും ഒക്കെ മുങ്ങിപ്പോകാനും എന്നാൽ വുഡ് സ്വിം ചെയ്യാനൊക്കെ ഉള്ള കാരണം എന്താണ്? നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? നിങ്ങൾ വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞാൽ താഴ്ന്നു പോകുമോ
അതോ പൊന്തി കിടക്കുമോ? അല്ലേ, നമ്മൾ നീന്താൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് പൊങ്ങി കിടക്കാം, അല്ലേ, നീന്താൻ സാധിക്കും. അറിയാത്തവർ ആദ്യം താഴും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരും, അല്ലേ. എപ്പോഴാണ് പൊങ്ങി വരൽ? ആൾ മരിച്ചു കഴിഞ്ഞാലൊക്കെ ആവും പൊങ്ങി വരിക ചിലപ്പോൾ, അല്ലേ. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ചില വസ്തുക്കൾ സിങ്ക് ആകുന്നത്, അല്ലെ, മുങ്ങിപ്പോകുന്നത്, ഡ്രോൺ ആകുന്നത്, മുങ്ങിപ്പോകുന്നത്, എന്നാൽ ചില വസ്തുക്കൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും അതിൽ താഴ്ന്നു പോകാത്തത് എന്നാണ് കുട്ടിയുടെ ഡൗട്ട്. നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും ഈ ഒരു ഡൗട്ട്. വൈ സൺ ഷുഡ് ഷൈൻ ആൻഡ് വിൻഡ് ഷുഡ് ബ്ലോ ആൻഡ് വൈ വി ഈറ്റ് ആൻഡ് ഡ്രിങ്ക്? എന്തുകൊണ്ടാണ് സണ്ണ് ഷൈൻ ചെയ്യേണ്ടത്, അല്ലേ? സണ്ണ് എപ്പോഴും തിളക്കമാറുന്ന ഒരു വസ്തുവാണ്, അല്ലേ. രാത്രി സമയത്ത് നമുക്ക് സണ്ണിനെ കാണാൻ സാധിക്കില്ല. പകൽ സമയത്ത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാൻ പ്രയാസമാണ്, അത്രത്തോളം ഷൈൻ ചെയ്തുകൊണ്ടാണ് ആൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ വിൻഡ് ഷുഡ് ബ്ലോ, കാറ്റിങ്ങനെ വീശി അടിക്കുന്നുണ്ട്, അല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് വരുന്നത്, ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഈ വിൻഡിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ കാറ്റടിക്കുന്നത്, അതുപോലെ തന്നെ സണ്ണ് ഷൈൻ ചെയ്യുന്നത് ഒക്കെ എന്തുകൊണ്ടാണ് എന്നാണ് കുട്ടിയുടെ ഡൗട്ട്. ആൻഡ് വൈ വി ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതും അതുപോലെ വെള്ളം കുടിക്കേണ്ടതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, അല്ലേ. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ കുട്ടിക്ക് ഡൗട്ടാണ്, ഈ ക്യൂരിയസ് ലിറ്റിൽ ബോയ്, അല്ലെ, കൊച്ചുകുട്ടിയാണ്, ബോയ്ക്ക് ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്തുകൊണ്ടാണ് സൺ ഷൈൻ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് വിൻഡ് ബ്ലോ ചെയ്യേണ്ടത്, പിന്നെ ലെഡ് മാർബിളൊക്കെ വെള്ളത്തിൽ സിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ വുഡ് സ്വിം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്നും കുട്ടിക്കറിയില്ല. ഇതെല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലേ. അപ്പോൾ ആ ബോയെ നമ്മൾ എന്താ പറയുന്നത്? ക്യൂരിയസ് ലിറ്റിൽ ബോയ്. He wants to know what makes the clouds. He wants to know what makes the clouds and why they cross the sky. Why sinks the sun behind the hills and why the flowers die. അപ്പോൾ കുട്ടിക്ക് പിന്നെന്തെല്ലാം അറിയണം? He wants to know what makes the clouds. എന്താണ് ക്ലൗഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ക്ലൗഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങൾ ഇങ്ങനെ കാണാം ആകാശത്തിൽ, ഫ്ലൈറ്റിലൊക്കെ പോയവരാണെങ്കിൽ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കാണാം ക്ലൗഡ്സിനെ. പക്ഷേ ഈ ക്ലൗഡ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആൻഡ് വൈ ദേ ക്രോസ് ദ സ്കൈ, എന്തുകൊണ്ടാണ് അവ സ്കൈയിൽ ക്രോസ് ചെയ്യുന്നത്, അല്ലേ. ആകാശത്ത് അവ അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്, സ്കൈയെ ക്രോസ് ചെയ്തുകൊണ്ട് അങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്, അല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതൊക്കെ കുട്ടിക്ക് അറിയണം. നിങ്ങളും ആലോചിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ്, അല്ലേ, എങ്ങനെയാണ് ഇത്, അവിടെ എങ്ങനെയാണ് ആകാശത്ത് താഴോട്ട് വീണ് പോവാതെ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അല്ലേ. സൺ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. വൈ സിങ്സ് ദ സൺ ബിഹൈൻഡ് ദ ഹിൽസ്, അതുപോലെ ഹിൽസിൻ്റെ പുറകിൽ, അല്ലെ, കുന്നുകൾക്ക്, മലകൾക്കൊക്കെ പുറകിലായിട്ട് ഈ സൺ അങ്ങനെ മുങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഈവനിങ്ങിൽ സൺ അങ്ങനെ മറഞ്ഞു പോകും, അല്ലേ, അല്ലെങ്കിൽ സീയിൽ മുങ്ങി താഴുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആൻഡ് വൈ ദ ഫ്ലവേഴ്സ് ഡൈ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫ്ലവേഴ്സൊക്കെ ഡൈ ആവുന്നത്? കുറച്ച് കാലം കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് മാത്രമല്ല നമ്മളൊക്കെ, അല്ലേ, മരിച്ചു പോകും. അതുപോലെ ഫ്ലവേഴ്സ് വാടിയിട്ട് താഴോട്ട് വീണ് പോകും. ഇങ്ങനെ ഡെഡ് ആകുന്നത് ഇതെന്തുകൊണ്ടാണ്, അല്ലേ? എല്ലാ ദിവസവും അവ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് കുട്ടിയുടെ ഡൗട്ട്. Some of these whys are not too hard to answer if you will try. Others no one ever yet has found the reason why. ഇതിൽ ചില വൈസ് എല്ലാം നമുക്കെന്താണ് അത്ര ഹാർഡൊന്നുമല്ല, അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താൻ തന്നെ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. എന്നാൽ ചിലത് നമുക്ക് എത്ര ആലോചിച്ചാലും അതിൻ്റെ ആൻസർ മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലേ. അങ്ങനെയുള്ള വൈസാണ്. സം ഓഫ് ദീസ് വൈസ് ആർ നോട്ട് ടു ഹാർഡ് ടു ആൻസർ ഇഫ് യു വിൽ ട്രൈ. അതേഴ്സ് നോ വൺ എവർ യെറ്റ് ഹാസ് ഫൗണ്ട് ദ റീസൺ വൈ. ചിലതിൻ്റെ എന്താണ് ഒരാൾ പോലും ആൻസർ കണ്ടെത്താത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ, നമ്മുടെ യൂണിവേഴ്സിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട് സീക്രട്സ് ഉണ്ട് നമുക്ക് കണ്ടെത്താത്ത, അല്ലേ. നിങ്ങളൊക്കെ വലുതായി കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ ചില ആളുകൾ കണ്ടെത്തിയതുപോലെ നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെയൊക്കെ ആൻസേഴ്സ്, പലർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ശ്രമിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ ആൻസർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ഈ കുട്ടിയെ പോലെ ക്വസ്റ്റ്യൻസ് വരണം, വേണ്ടേ? വൈ എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലും വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കുള്ളൂ, അല്ലേ. അപ്പോൾ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വേണമല്ലോ,
വേണ്ടേ? അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടത്. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ആൻസേഴ്സ് കണ്ടെത്തുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുക. അത് മാറണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വേണം. അപ്പോൾ നിങ്ങളും ആരായിട്ട് മാറണം? ഈ ക്യൂരിയസ് ലിറ്റിൽ ബോയിയെ പോലെ നിങ്ങളും ക്യൂരിയസ് ലിറ്റിൽ ബോയ്സും ക്യൂരിയസ് ലിറ്റിൽ ഗേൾസും ഒക്കെ ആയിട്ട് മാറണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് വായിക്കാം, ശ്രദ്ധിക്കാം. Why? I know a curious little boy who is always asking why. Why this? Why that? Why then? Why now? Why not? Why by the by? He wants to know why wood should swim, why lead and marble sink, why sun should shine and wind should blow, and why we eat and drink. He wants to know what makes the clouds and why they cross the sky, why sinks the sun behind the hills, and why the flowers die. Some of these whys are not too hard to answer if you will try. Others no one ever yet has found the reason why. Okay, ശ്രദ്ധിക്കുക. ഇവിടെ ന്യൂ വേർഡ്സ് ആയിട്ട് എന്തൊക്കെയാണുള്ളത്? ക്യൂരിയസ് ആണ് അല്ലേ? ക്യൂരിയസ് പറഞ്ഞു കഴിഞ്ഞു. ഈഗർ ടു നോ, അറിയാനുള്ള അതിയായ ആഗ്രഹം അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന് പറയും. ഓക്കെ, പിന്നെന്താണ്? ലെഡ് അല്ലേ? ലെഡ് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ് അല്ലേ ലെഡ്. നമ്മൾ പെൻസിലൊക്കെ ഇടയ്ക്ക് ലെഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സോൾഡർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ലെഡ്, EM എന്ന് മലയാളത്തിൽ പറയും. പിന്നെയോ മാർബിൾ അല്ലേ? മാർബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മാർബിൾ. സിങ്ക്, സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? മുങ്ങി പോവുക എന്നുള്ളതാണ്. റീസൺ എന്താണ്? കാരണമാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക, ഇത് വായിച്ച് മനസ്സിലാക്കുക. ഈ പോയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണ്? വൈ. ഓക്കെ, താങ്ക് യു.